ലോകത്തെ ഏറ്റവും ശക്തമായ ബോംബ് എന്താണെന്നറിയാമോ? അമേരിക്കൻ ഡോളർ. ഡോളറിൻ്റെ മേലുള്ള ഏത് ചെറിയ തീരുമാനവും ലോകമാകെ വലിയ ആഘാതമുണ്ടാക്കും. കാരണം ഡോളർ അമേരിക്കയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ ആകെ വിനിമയ കറൻസിയാണ്. ലോകമാകെ ഭൂരിഭാഗം എണ്ണയിടപാടും ഡോളറിലാണ്. അന്താരാഷ്ട്ര ലോണുകൾ വാങ്ങുന്നതും തിരികെ അടയ്ക്കുന്നതും ഡോളറിലാണ്. വലിയ കോർപ്പറേറ്റുകൾ ഏത് രാജ്യത്തെയായാലും അവരുടെ ലാഭം സൂക്ഷിക്കുന്നത് ഡോളറിലാണ്. രാജ്യങ്ങളുടെ ആകെ ഡീലുകളും ഡോളറിലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ സാവധാനം ലോകത്തെ ബിസിനസ് ഇടപാടുകളുടെ, വ്യാപാര ഡീലുകളുടെ ഒക്കെ ഡിഫോൾട്ട് കറൻസിയായി ഡോളർ മാറി. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫിനാൻഷ്യൽ സംവിധാനത്തിലുള്ള ഏത് മാറ്റവും ലോകത്തെ ആകെ ബാധിക്കുന്ന നില വന്നു. ഇതിൻ്റെ എല്ലാം ചരട് വലിക്കുന്നത് അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ദ ഫെഡറൽ റിസർവ് ആണ്. ഈ ഫെഡറൽ റിസർവ് അവരുടെ നിക്ഷേപങ്ങൾക്ക് പലിശ കൂട്ടുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടുകൾ US-ലേക്ക് ഒഴുകും. കോർപ്പറേറ്റുകളുടെ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനികളുടെ ഫണ്ട്, പെൻഷൻ ഫണ്ട്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകളുടെ ഫണ്ടുകൾ, അങ്ങനെയെല്ലാം. കാരണം പലിശ കൂടുതൽ കിട്ടും. ഇന്ത്യയിലെ പല വമ്പന്മാരും അവരുടെ ആസ്തികൾ വിറ്റ് അത് ഡോളറാക്കി അമേരിക്കയിലേക്ക് അയക്കും. ഇന്ത്യൻ മണിയുടെ സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയും. സംരംഭകർക്കറിയാം, ഏതൊരു ബിസിനസ്സിലും സപ്ലൈ കൂടി ഡിമാൻഡ് കുറഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ വില കുറയും. ഇവിടെയും സംഭവിക്കുന്നത് അതാണ്. രൂപയുടെ വില കുറഞ്ഞു.